വിയർപ്പ് തുന്നിയിട്ട കുപ്പായത്തെ കഞ്ചാവ് തുന്നിയിട്ട കുപ്പായം എന്നെഴുതിയത് സവർണ ബോധത്തിന്റെ ഭാഗമെന്ന് കുരീപ്പുഴ ശ്രീകുമാർ. വേടന്റെ വനം വകുപ്പിന്റെ അറസ്റ്റിൽ ഗൂഢാലോചനയെന്നും മന്ത്രി എ കെ ശശീന്ദ്രന്റെ പ്രതികരണം സംശയം ഉളവാക്കുന്നതാണെന്നും കുരീപ്പുഴ ശ്രീകുമാർ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ഷമീർ അബ്ദുൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി. വേടന്റെ അറസ്റ്റ് വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടുന്നു എന്ന് തോന്നുന്നു. വലിയ രീതിയിൽ മാധ്യമങ്ങളിൽ വാർത്തയുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം ലഹരി ഉപയോഗിച്ചു എന്ന് പറയുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ പുലിപ്പല്ലുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ, അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളൊക്കെ നടക്കുന്നു. എന്താണ് അദ്ദേഹത്തിന് വേട്ടയാടപ്പെടുകയാണോ? ഇതിപ്പം വേടനെതിരെ ആക്ഷൻ എടുത്തിട്ടുള്ളത് കേരളത്തിൻ്റെ വനം വകുപ്പാണ്, കേരളത്തിൻ്റെ പോലീസാണ്. വാസ്തവത്തിൽ കേരളത്തിൻ്റെ ഒരു മനോഭാവം എന്ന് പറയുന്നത് ഇങ്ങനെ ആവാൻ പാടില്ലല്ലോ. പാട്ടിനെ ഒരു പോരാട്ടമാക്കി മാറ്റിയ ഒരാളാണ്, ഒരു ആയുധമാക്കി മാറ്റിയ ആളാണ്. പുസ്തകങ്ങളിൽ നിന്നും അക്ഷരങ്ങളെടുത്ത് തോക്കിനെ അതിനെതിരെ പോരാടാന്ന് പറയുന്ന ഒരാളാണ്. അതുപോലെ തന്നെ ഈ അവകാശങ്ങളെക്കുറിച്ച് നീർതലത്തിൻ്റെ ഉടമയാര് അടിമയാര് എന്നുള്ള ചോദ്യം ആ പ്രത്യേക റാപ്പ് മ്യൂസിക്കിൻ്റെ ഒരു പ്രത്യേക രീതിയിൽ ഭോപ്പാലിലേക്ക് അനുസരിപ്പിക്കുന്ന രീതിയിൽ അവതരിപ്പിക്കുമ്പോൾ ജനങ്ങൾ ഇത്രയും ആൾക്കാർ അതിനെ അനുകൂലിക്കുകയോ അല്ലെങ്കിൽ ആസ്വദിക്കുകയോ ചെയ്യണം, അതിനകത്ത് ആകർഷിക്കപ്പെടുകയാണ്. അങ്ങനെ ആകർഷിക്കപ്പെടുന്നതിൽ അസ്വസ്ഥതയുള്ള ആരും ഉണ്ട്, ഉറപ്പാണ് കാര്യം. അങ്ങനെ അസ്വസ്ഥത ഉള്ള ഒരാൾ ഇതിൻ്റെ പിന്നിൽ ആരോ ഇല്ലെങ്കിൽ വിയർപ്പ് തുന്നിയ കുപ്പായം എന്നുള്ള അസാധാരണമായ ഒരു അലങ്കാര പ്രയോഗത്തിലൂടെ തൊഴിലാളി വർഗത്തിൻ്റെ തൊഴിലാളി വർഗത്തിൻ്റെ ശാരീരികാവസ്ഥയെ, അവരുടെ ജീവിതത്തെ വർണ്ണിച്ച അയാൾ അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ കഞ്ചാവ് തുന്നിയ കുപ്പായം എന്ന് പറയാമോ? അതൊക്കെ അതിൽ ആഹ്ലാദിക്കുന്ന ആരോ ഉണ്ട്. ആരാണ് ആഹ്ലാദിക്കുന്നത്? ആഹ്ലാദിക്കുന്നവർ ഇനി ഒരു ജന്മം ഉണ്ടെങ്കിൽ ഒരു ബ്രാഹ്മണനായിട്ട് ജനിക്കണം എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ്. വേറെ ആർക്കും ഇതിനകത്ത് ആഹ്ലാദം ഉണ്ടാവില്ല. കുലസ്ത്രീകൾ നിലനിൽക്കണം എന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ഇതിനകത്ത് ആഹ്ലാദം ഉണ്ടാകും. അപ്പോൾ അവരുടെ മനസ്സിൽ നിന്നാണ് ഈ വിയർപ്പ് തുന്നിയ കുപ്പായം കഞ്ചാവ് തുന്നിയ കുപ്പായമായിട്ട് മാറുന്നത്. അതുമാത്രമല്ല, അയാൾ ഇവിടെ മുളകുന്നത്തുകാരനാണ്, തൃശ്ശൂർക്കാരനാണ് എങ്കിലും ഒരു ശ്രീലങ്കൻ അഭയാർത്ഥി പശ്ചാത്തലം അയാൾക്കുണ്ട്. അതൊരു വിഷയമാണ്. ഏതാണ്ട് നമ്മൾ റാം കെയർ ഓഫ് ആനന്ദിയിലെ ആനന്ദിയെ പോലെ, അല്ലെങ്കിൽ ആനന്ദിയുടെ കൂടെയുള്ള സ്ത്രീകളെ പോലെ, ആനന്ദിക്ക് ശ്രീലങ്കയിൽ ഉപേക്ഷിക്കേണ്ടി വന്ന് പോയ സ്ത്രീകളെ പോലെയുള്ള ഒരു അമ്മ അയാൾക്കുണ്ട്. ഇതൊക്കെ അയാളുടെ അയാളെ നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യമായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ അയാളെ ഇതിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് മന്ത്രി ശശീന്ദ്രൻ അതൊക്കെ കോടതി നോക്കിക്കോളുമെന്ന് പറയുന്നത്? പിന്നെ വേറൊരു കാര്യം തിരിച്ചറിയണത്, ഇത്രയും ലക്ഷക്കണക്കിന് ആളുകൾ ഈ പാട്ട് കേട്ട് ഹരം പിടിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ വോട്ടുണ്ട്. അത് നമ്മൾ തിരിച്ചറിയുന്നൊരു കാര്യമാണ്. അവരുടെ ആരാധനാപാത്രമായ ഒരു പാവപ്പെട്ട മനുഷ്യനൊരു കറുത്ത ചെറുപ്പക്കാരൻ എപ്പോഴും ജയിലിലിട്ടാൽ ഇവർ വലിയ വോട്ട് ബാങ്കാണ്. നാളെ അത് സ്വാധീനിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന് കൂടി നമ്മുടെ രാഷ്ട്രീയക്കാർ ഓർക്കണമായിരുന്നു. എന്തായാലും ഞാൻ ലഹരിയോടൊപ്പം അല്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ പാട്ടിനോടൊപ്പമാണ്. എത്രയും വേഗം അദ്ദേഹത്തെ തിരിച്ച് വേദിയിൽ എത്തിക്കേണ്ടുന്ന ഉത്തരവാദിത്വം ഈ നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥയ്ക്കുണ്ട്, ഭരണാധികാരി വർഗത്തിലുണ്ട്. വേടന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഇരട്ട നീതിയാണ് ഈ സമൂഹം കൽപ്പിച്ചിരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ക്യാമറ പേഴ്സൺ വിജീഷിനൊപ്പം ഷമീർ, ന്യൂസ് മലയാളം, കൊല്ലം.